നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈസ്റ്റ് മൊഴിക്കലുണ്ടായ ഇരട്ട മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ദുരൂഹതകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. കേസിൽ ദുരൂഹത ശക്തമാക്കി മൊബൈൽ സന്ദേശം, അതായത് കഴിഞ്ഞ ദിവസം ഇരുവരുടെയും മരിച്ച രണ്ടുപേരുടെയും മൊബൈൽ ഫോണുകൾ കിണറ്റിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഈ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ അതിലെ ചില മെസ്സേജുകൾ, അതാണ് ഇപ്പോൾ ദുരൂഹത ഉയർത്തുന്നത്. കൊല്ലപ്പെട്ട നസ്രീന ഉപയോഗിച്ചിരുന്ന ഫോണിൽ നിന്ന് അന്ന് പുലർച്ചെ 1:30-നും 2:00-നും ഇടയിൽ അയക്കപ്പെട്ട വാട്സാപ്പ് സന്ദേശത്തിൽ അതിനാൻ മരിച്ചു എന്നറിയിക്കുന്ന ഉള്ളടക്കമുണ്ട്. അതാണ് അന്വേഷണ സംഘത്തെയും കുടുംബത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്നത്. അതായത് അതിനാൻ മരിച്ചു എന്നാണ് നസ്രീന മെസ്സേജ് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വിവരം നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം അതിനാൻ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ അതിനാൻ ആത്മഹത്യ ചെയ്തു എന്നാണ്. അപ്പോൾ സംശയം, അതിനാൻ മരിച്ചു എന്ന് നസ്രീന ഇവിടെ വാട്സപ്പ് മെസ്സേജ് ഇട്ടിരിക്കുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണ്? മൂന്നാമതൊരു വ്യക്തിയുടെ സാന്നിധ്യം ഈ ഒരു സംഭവത്തിൽ ഉണ്ടോ എന്ന ചോദ്യം ഉയർത്തുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ വാട്സപ്പ് മെസ്സേജുകൾ അന്വേഷണത്തിൽ പുരോഗതി പ്രാപിക്കുന്നവരും വന്നുകൊണ്ടിരിക്കുന്നത്. ഏപ്രിൽ 14-ന് പുലർച്ചെ 1-നും 4:30-നും ഇടയിൽ ഈസ്റ്റ് മൊഴിക്കൽ പൂതൻകുഴി മീത്തൽ വീടിന്റെ മുകൾ നിലയിലെ 2 മുറികളിലായി സഹോദരിമാരുടെ മക്കളായ നസ്രീനയും അതിനാനെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇതിൽ നസ്രീനയെ ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം അടുത്ത മുറിയിൽ പാക്കിംഗ് ടേപ്പ് സ്വന്തമായി മൂക്കും വായും ഉൾപ്പെടെ മുഖത്ത് വരിഞ്ഞൊട്ടിച്ചെന്നതാണ് കണ്ടെത്തൽ. പക്ഷേ അത്തരത്തിൽ സ്വയം വരിഞ്ഞൊട്ടിച്ച് ഒരാൾക്ക് മരിക്കാനാകുമെന്ന ചോദ്യം തുടക്കം മുതൽ ശക്തമായിരുന്നു. എന്തായാലും ഇവരുടെ മൊബൈൽ ഫോൺ കണ്ടെത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വളരെ നടുക്കുന്ന ഒരു മെസ്സേജ്, വലിയൊരു ദുരൂഹത ഉണർത്തുന്ന മെസ്സേജ്. നസ്രീന ഒരു വ്യക്തിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു, അതിനാൻ മരിച്ചു എന്ന്. അപ്പോൾ അതിനാൻ്റെ മരണത്തിന് ശേഷമാണോ നസ്രീനയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. അതായത് ഇവരുടെ മൊബൈൽ ഫോൺ കേസിൽ ഏറ്റവും നിർണായകമായിരുന്നു. മൊബൈൽ ഫോൺ മുറികളിലും വീട്ടിലും കാണാത്തതിനെ തുടർന്ന് അന്വേഷിച്ചു. ആ അന്വേഷണത്തിനിടെയാണ് പിറ്റേന്ന് ഇതേ വീടിൻ്റെ കിണറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ 3 ഫോണുകൾ കണ്ടെത്തിയത്. ഇതിൽ നസ്രീന ഉപയോഗിച്ചിരുന്ന ഫോണിൽ നിന്നാണ് നല്ലളത്തെ ബൈക്ക് വാടകയ്ക്ക് നൽകുന്ന ഒരു യുവാവിൻ്റെ ഫോണിലേക്ക് സന്ദേശം പോയിരിക്കുന്നത്. അപ്പോൾ എന്തിന് ആ യുവാവിന് നസ്രീന ഇത്തരത്തിലൊരു മെസ്സേജ് അയച്ചു എന്നത് ഒരു ചോദ്യം തന്നെയാണ്. നല്ലളത്തെ ബൈക്ക് വാടകയ്ക്ക് നൽകുന്ന യുവാവിൻ്റെ ഫോണിലേക്ക് തന്നെ ഇത്തരത്തിലൊരു സന്ദേശം പോകാനുള്ള കാരണം എന്താണ്? ചോദ്യങ്ങൾ ബാക്കിയാവുന്നു. എന്തായാലും എല്ലാ ദുരൂഹതയും അന്വേഷണത്തിലൂടെ പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനാനെ അറിയുമോ എന്ന ചോദ്യത്തോടെയാണ് ഈ മെസ്സേജ് തുടങ്ങുന്നത്. അറിയാമെന്ന് മറുപടി വന്നപ്പോൾ അതിനാൻ പണം തരാനില്ലേ എന്നതായി അടുത്ത ചോദ്യം. ഉണ്ട് എന്ന് മറുപടി വന്നപ്പോൾ ആ പണം ഇനി കിട്ടില്ല, അതിനാൻ മരിച്ചു എന്നും സന്ദേശം പോയി. എന്തു പറ്റി, എങ്ങനെയാണ് മരിച്ചത്, എന്താ സംഭവം എന്നൊക്കെ അപ്പോൾ ചോദ്യങ്ങൾ വന്നപ്പോൾ അത് വ്യക്തിപരമായ കാരണം കൊണ്ടാണെന്നും കുടുംബ പ്രശ്നമാണെന്നും മെസ്സേജ് വന്നതായി പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. ഇതിനിടെ ബൈക്ക് വാടകയ്ക്ക് നൽകിയ യുവാവ് സന്ദേശം വന്ന നമ്പറിലേക്ക് വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല എന്ന് യുവാവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സന്ദേശങ്ങൾ നസ്രീനയല്ല അയച്ചതെന്നാണ് പോലീസിൻ്റെ നിഗമനം. അപ്പോൾ അതിനാൻ മരണത്തിന് മുമ്പേ അതിനാൻ തന്നെ അയച്ചതാണോ നസ്രീനയുടെ ഫോണിൽ നിന്ന് എന്നതും ചോദ്യമാണ്. എന്തായാലും ആകെ മൊത്തം വളരെ വലിയൊരു പിണഞ്ഞു കിടക്കുകയാണ്. ഒരുപാട് ചോദ്യങ്ങൾ, ദുരൂഹതകളൊക്കെ ഉയർത്തുകയാണ്. അതിനാൻ അങ്ങനെയെങ്കിൽ എന്തിന് നസ്രീനയുടെ ഫോൺ ഉപയോഗിച്ച് മെസ്സേജ് അയച്ചു? അതിനാണ് ഈ മെസ്സേജ് അയച്ചതെങ്കിൽ, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ അതിനാന് പ്ലാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം ഫോണിൽ നിന്ന് ഈ വ്യക്തിക്ക് മെസ്സേജ് അയച്ചില്ല? നസ്രീനയുടെ ഫോണിൽ നിന്നുകൊണ്ട് എന്തിനയച്ചു? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, ചിന്തിക്കുമ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾ. എന്തായാലും ഈ സന്ദേശങ്ങൾ അയച്ചതിൻ്റെ രീതി, ഓരോ വ്യക്തികൾക്കും മെസ്സേജ് അയക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഈ അയച്ച സന്ദേശം, അതായത് ഈ ബൈക്ക് നൽകുന്ന വ്യക്തിക്ക് അയച്ച, ആ യുവാവിന് അയച്ച മെസ്സേജിൽ അതിൻ്റെ ഒരു ഭാഷ അതിനാൻ്റേതിന് സാമ്യമുണ്ടെന്നും അത് നസ്രീന മരിച്ച ശേഷം അതിനാൻ അയച്ചതാകാമെന്നുമാണ് പോലീസ് നിലവിൽ കരുതുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. ബൈക്ക് അതിനാൻ ദിവസങ്ങൾക്ക് മുമ്പ് നല്ലളത്തെ ഒരു യുവാവിൻ്റെ പക്കൽ നിന്ന് വാടകയ്ക്ക് എടുത്തിരുന്നുവെന്നും അത് തിരിച്ചു നൽകിയിട്ടുണ്ടെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആ വാഹനത്തിന് കേടുപാടുണ്ടാക്കിയ ഇനത്തിൽ 600 രൂപ നൽകാനുണ്ട്. അതിന് ജാമ്യം എന്നോണം അതിനാൻ ഉമ്മയുടെ ഫോണും തൻ്റെ ലൈസൻസും അവിടെ ഏൽപ്പിച്ചിരുന്നു. ഇവ രണ്ടും ആ യുവാവ് പിതാവിനൊപ്പം വെള്ളിയാഴ്ച പോലീസ് സ്റ്റേഷനിലെത്തി കൈമാറുകയും ചെയ്തു. നസ്രീനയുടെ മൊബൈലിൽ നിന്ന് വന്ന സന്ദേശങ്ങളും ഇവർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. സ്വഭാവ ദൂഷ്യം വീട്ടുകാരെ അറിയിച്ചതിൻ്റെ വൈരാഗ്യം കാരണം മാതൃ സഹോദരി പുത്രിയെ കൊന്ന് യുവാവ് ജീവനൊടുക്കി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇരുവരുടെ രക്ഷിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കും. കിണറ്റിൽ നിന്നും 3 മൊബൈൽ ഫോൺ കിട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടാണിത്. ഇതിനായി നസ്രീനയുടെയും അതിനാന്റെ രക്ഷിതാക്കളുടെയും ബന്ധുക്കളുടെയും സംഭവസ്ഥലത്ത് എത്തിയവരുടെയും വിശദമായ മൊഴിയെടുപ്പ് പൂർത്തിയാക്കണമെന്ന് പോലീസ് അറിയിച്ചു. മൊബൈൽ ഫോണുകൾ എങ്ങനെ കിണറ്റിലെത്തി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം തുടരുകയാണ്. ഈ മൊബൈൽ ഫോണുകളുടെ സൈബർ പരിശോധനാ ഫലം കിട്ടേണ്ടതുണ്ട്.
കൊല്ലപ്പെട്ട നസ്രീനയുടെ വീട്ടിലെ പൊതുവായി ഉപയോഗിക്കുന്ന ഫോൺ, അദ്നാന്റെ ഫോൺ എന്നിവയാണ് കിണറ്റിൽ നിന്ന് അഗ്നിരക്ഷാ സേനാംഗങ്ങൾ കണ്ടെത്തിയത്. ശ്വാസം മുട്ടിച്ച് നസ്രീനെ കൊലപ്പെടുത്തിയതിനു ശേഷം അദ്നാൻ ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ആ നിഗമനത്തിൽ നിൽക്കുമ്പോഴും വാട്സാപ്പ് മെസ്സേജുകൾ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വീണ്ടും ബാക്കിയാവുകയാണ്. നസ്രീനയുടെ വീട്ടിൽ പഠിക്കാൻ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അദ്നാൻ പണമെടുത്ത് ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നസ്രീന വീട്ടുകാരെ അറിയിച്ചതിലുള്ള വ്യക്തിവിരോധമാണ് കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവരുടെ ഫോണുകൾ കിണറ്റിൽ നിന്നാണ് കണ്ടെത്തിയത്. എങ്ങനെ ഫോണുകൾ കിണറ്റിൽ എത്തിയത് എന്നത് ദുരൂഹമാണ്. നസ്രീനയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഫോണുകൾ കണ്ടെത്തിയത്. തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നതായാണ് സൂചന. അദ്നാൻ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്ന് ഒരു ഫോൺ കിട്ടി. പ്രതിയാണ് തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതെങ്കിൽ ഈ ഫോൺ നശിപ്പിക്കേണ്ടതായിരുന്നു എന്ന നിഗമനവും അന്വേഷണ സംഘത്തിനുണ്ട്. അദ്നാനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറി ഉള്ളിൽ നിന്ന് കുറ്റിയിട്ട നിലയിലായിരുന്നു. പ്രതി മരിച്ച ശേഷം ഫോണുകൾ കിണറ്റിൽ എങ്ങനെ എത്തി എന്നതാണ് ദുരൂഹത ഉണർത്തുന്നത്. കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ആസൂത്രിതമായി തെളിവ് നശിപ്പിക്കാൻ ഇടപെട്ടിട്ടുണ്ടോ? മൂന്നാമതൊരു കൈയുണ്ടോ? മൂന്നാമതൊരു വ്യക്തിയുണ്ടോ എന്നതും ഒരു ചോദ്യമാണ്. ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഫോണിലെ വിവരങ്ങൾ വീണ്ടെടുക്കുന്നതോടെ കൊലപാതകത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം പുറത്തുവരുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് നസ്രീനെയും മാതൃ സഹോദരിയുടെ മകൻ അദ്നാനെയും ദുരൂഹ സാഹചര്യത്തിൽ പെൺകുട്ടിയുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് പ്രതി ജീവനൊടുക്കുകയുമായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. നസ്രീനയുടെ വീട്ടിൽ താമസിച്ചു വന്ന അദ്നാനെ അടുത്ത കാലത്ത് വീട്ടിലുണ്ടായ ചില പ്രശ്നങ്ങൾക്ക് പിന്നാലെ ഡിസംബറിൽ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരുന്നു. കഴുത്തിൽ തുണി മുറുക്കി ശ്വാസം മുട്ടിച്ചതാണ് നസ്രീനയുടെ മരണത്തിനിടയാക്കിയതെന്നും ടേപ്പ് ഉപയോഗിച്ച് മുഖം മുഴുവൻ ചുറ്റിയതിനാൽ ശ്വാസം മുട്ടിയാണ് അദ്നാൻ മരിച്ചതെന്നുമാണ് സൂചന. ഇരുവരും ശ്വാസം മുട്ടി മരിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാകുന്നു. ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. മെസ്സേജുകൾ വളരെയധികം ദുരൂഹത ഉളവാക്കുന്നതാണ്. എന്തായാലും ബന്ധുക്കളെയൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൃത്യമായ വിവരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്നത് ഇപ്പോഴും ഒരു ചോദ്യമായി നിൽക്കുന്നു. CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ഈ വീട്ടിൽ പതുങ്ങി അദ്നാൻ എത്തുന്നത് കണ്ടു. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് അദ്നാൻ്റെ ലക്ഷ്യം കൊലപാതകം തന്നെ ആയിരിക്കണം എന്നാണ്. പക്ഷെ അതിനിടയിൽ സംശയം ഉളവാക്കുന്ന ചില ചോദ്യങ്ങൾ കൂടി ബാക്കിയാവുമ്പോൾ ഒരുപാട് ദുരൂഹതകൾ ഇനിയും മാറേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.